CPA ഒരു US കോഴ്സ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇറ്റ്സ് എ പ്രൊഫഷണൽ പാസ്പോർട്ട് ഇമിഗ്രേറ്റ്. ഓക്കെ, കാരണം CPA ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു CPA ഒരു ലൈസൻസ് കിട്ടി, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ, നമ്മളൊരു കമ്പനി കയറി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് അവിടെ നല്ലതാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഗോ അബ്രോഡ്. കാരണം കമ്പനി തന്നെ ഒരു വർക്ക് വിസയിൽ നമ്മളെ കൊണ്ടുപോകും. ഇപ്പോൾ നമ്മളെ കഷ്ടപ്പെട്ട് സ്റ്റുഡന്റ് വിസ ഒക്കെ എടുത്താണ് കാനഡയ്ക്കും UK ഒക്കെ പോകുന്നത്. അത്രയും കഷ്ടപ്പാടില്ലാതെ കമ്പനി തന്നെ സ്പോൺസർ ചെയ്ത് വർക്ക് വിസയിൽ കൊണ്ടുപോകാനുള്ള ചാൻസും ഉണ്ട്. ആൻഡ് ആസ് എ CPA, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, CA-ക്കാർക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. ഒരുപാട് പേര് CA ആകാൻ പഠിക്കുന്നുണ്ട്, വെറുതെ പഠിക്കുന്നതല്ല, കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് CA ആകാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെ CPS-നും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബിക്കോസ് വി നോ ടാക്സ്. CPS-ന് ടാക്സ് അറിയാം, CPS നോ അക്കൗണ്ടിങ്, CPS നോ ഓഡിറ്റിംഗ്, ആൻഡ് ഏത് ഫീൽഡ് കൊണ്ടിട്ടാലും ദേ ക്യാൻ ഡു സംതിങ് ബിക്കോസ് വി ആർ എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ആ ഒരു രീതിയിലാണ് CPA എക്സാമും CPS സബ്ജക്ട്സും തന്നെ അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഫീൽഡിൽ വേണമെങ്കിലും നിൽക്കിടാം. സോ വിൽ ഗെറ്റ് എ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്. ബിക്കോസ് നമുക്ക് 2 വർഷം ടാക്സ് വർക്ക് ചെയ്തു, ഇഷ്ടപ്പെടുന്നില്ല, then we can switch to accounting. 2 വർഷം അക്കൗണ്ടിങ് വർക്ക് ചെയ്തു, ഇഷ്ടപ്പെടുന്നില്ല, we can switch to auditing, and it goes forth. നമ്മുടെ ഒരു പാഷൻ കണ്ടുപിടിക്കുന്നവരെ we can go on for that, and then become an international professional. Okay, ഇന്റർനാഷണൽ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഇതൊരു അമേരിക്കൻ കോഴ്സ് ആണ്. ആൻഡ് AICP ഇസ് ദി ലാർജസ്റ്റ് അക്കൗണ്ടിംഗ് ബോഡി ഇൻ ദ വേൾഡ്. സോ ആ AICP ഒരു മെമ്പർ ആകാന്ന് പറഞ്ഞാൽ ദി അമേരിക്കൻ കമ്പനി എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അമേരിക്കൻ കമ്പനീസിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന ഏഷ്യാനെറ്റ് ഇപ്പം ഡിസ്നിയുടെയിലാണ്, ആൻഡ് ഡിസ്നി ഈസ് ആൻ അമേരിക്കൻ കമ്പനി. സോ ദാറ്റ് മച്ച് അമേരിക്കൻ കമ്പനീസ് ഹാവ് പെനട്രേറ്റഡ് ദ ഇന്ത്യൻ മാർക്കറ്റ്. അതേപോലെ തന്നെ ഒട്ടുമിക്ക കൺട്രീസിലും അവർക്ക് പെനട്രേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കമ്പനി കയറി വൃത്തിയായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഗോ ഓവർസീസ് ടു ദർ ബ്രാഞ്ച്, UK-ലെ ബ്രാഞ്ചിലേക്കോ അയർലൻഡിലെ ബ്രാഞ്ചിലേക്കോ അതല്ലെങ്കിൽ ഈവൻ US-ലെ ഹെഡ് ഓഫീസിലൊക്കെ നമ്മളെ സെൻഡ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് വിൽ ബി ഇൻ ദ ഇഫ് യു ആർ ഗെറ്റിംഗ് ദ ഔട്ട്സോഴ്സിംഗ് വർക്ക്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഒരു ഔട്ട്സോഴ്സിംഗ് വർക്കാണ് പിടിക്കുന്നെങ്കിൽ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഔട്ട്സോഴ്സിംഗ് വർക്കാണ് നമ്മൾ പിടിക്കുന്നെങ്കിൽ we can get paid in dollars. But അതിനെ കുറച്ച് സമയം എടുക്കും എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ. ബട്ട് സ്റ്റിൽ ഇഫ് യു ഗെറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇഫ് യു സ്റ്റാർട്ട് യുവർ ഓൺ ഓഫീസ്, you can get paid in dollars and spend in Indian rupee. That is a very nice opportunity because payment വിദേശ ഡോളറിലും സ്പെൻഡിങ് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലാണെങ്കിൽ that is one of the best ways to live. So, and moving on to why you can be here at PREPQ. Okay, PREPQന്റെ കേസിൽ ലൈവ് ഓൺലൈൻ ക്ലാസ് ട്രെയിനിങ് ആണ് തരിക. ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇനഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുക. And we provide 300 hours of CPA. Okay. And we provide surgeon CPA and year review. കാരണം ഒരു അമേരിക്കൻ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് തന്നെ you need American materials, and surgeon is one of the best American review providers out there. CPA പഠിക്കാൻ വേണ്ടി one of the best providers ആണ് surgeon. And we provide free evaluation support for CPA. കാരണം CPA എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവാലുവേഷൻ സർവീസ് വേണം. ആ ഒരു ഇവാലുവേഷൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്തു തരും. റഫ് ഇവാലുവേഷൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റുഡൻസിനെ ശരിക്കുള്ള അമേരിക്കൻ ഇവാലുവേഷനിലേക്ക് ഗൈഡ് ചെയ്യുക. ആൻഡ് എക്സാം രജിസ്ട്രേഷന്റെ ഗൈഡൻസും അതുപോലെ തന്നെ ലൈസൻസിന്റെ ഗൈഡൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് 1-on-1 റിവിഷൻ സെഷൻസ്. ഫാക്കൽറ്റീസ് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം അവൈലബിൾ ആയിരിക്കും. ഹോളിഡേസ് ഒഴിച്ച് അല്ലാത്ത അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ കോൺടാക്ട് ദ ഫാക്കൽറ്റി ഡയറക്ട്ലി. ആൻഡ് വി പ്രൊവൈഡ് പ്ലേസ്മെന്റ് സപ്പോർട്ട്. എല്ലാ എക്സാമും പാസ്സായി കഴിഞ്ഞവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും വി ആർ പ്രൊവൈഡിംഗ് ദർ. ആൻഡ് ഓഫീസ് സ്റ്റാഫിന്റെ പൂർണ്ണമായുള്ള സപ്പോർട്ടും വിൽ ബി ദർ ഫ്രം ദ PREPQ. ആൻഡ് സർജന്റിന്റെ കേസ് ഇപ്പൊ നിങ്ങളെ കുറെ കേൾക്കുന്ന സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, നിങ്ങൾ കുറെ ChatGPT പോലത്തെ സാധനങ്ങളെ പറ്റി നിങ്ങൾ കുറെ കേൾക്കുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു റിവ്യൂ പ്രൊവൈഡർ ആണ് സർജൻ CPA റിവ്യൂ. നിങ്ങൾ സർജൻ CPA റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ ആരും നിങ്ങളെ കൊണ്ടൊരു 150 ക്വസ്റ്റ്യൻസ് ഈ ആപ്പ് ചെയ്യിക്കും. ഒരു വെബ് പോർട്ടലാണ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ ഇവർ തന്നെ ഉണ്ടാക്കി തരും. ഓക്കെ, ആൻഡ് they will make you do the MCQs, they will make you do task-based simulations, and with each correct simulation your score gets improved. So നമുക്ക് റെഡി സ്കോർ എന്ന സാധനമുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും തോറും റെഡി സ്കോർ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആയിട്ട് നമ്മൾ തെറ്റിക്കും തോറും റെഡി സ്കോർ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ റെഡി സ്കോറിന് ഏകദേശം അടുത്തായിട്ടുള്ള സ്കോർ തന്നെയാണ് മിക്കവാറും എക്സാമിന് കിട്ടാൻ പോകുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സർജൻ CPA റിവ്യൂവിൽ 80 മാർക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. റെഡി സ്കോർ 80 ഉണ്ടെങ്കിൽ ഏകദേശം 82 അല്ലെങ്കിൽ 78 ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ആക്ച്വൽ എക്സാമിന് കിട്ടാൻ പോവുക. അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് സർജന്റിന്റെ കാര്യങ്ങൾ പോവുക. ആൻഡ് ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് സർജൻ. എന്നെ CPA എക്സാം പാസ് ചെയ്യാൻ വേണ്ടി സർജൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഏകദേശം 92% പാസ് റേറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ബോസ്റ്റ് 50% സ്റ്റഡി ടൈം. കാരണം
സർജന്റിന്റെ വീഡിയോസ് എല്ലാം തന്നെ ഇപ്പൊ ഞങ്ങളുടെ ലൈവ് ക്ലാസ്സിന്റെ കൂടാതെ സർജന്റിനകത്തും എക്സ്പ്ലനേറ്ററി വീഡിയോസ് ഉണ്ട്. ഇറ്റ് ഈസ് എവറിത്തിങ് ഈസ് ഷോർട്ട് ആൻഡ് ടു ദി പോയിന്റ്. ഓക്കെ, നമുക്ക് PDF ആയിട്ടുള്ള ടെക്സ്റ്റും കിട്ടും, അതേപോലെ തന്നെ ആക്ച്വൽ ടെക്സ്റ്റ് ബുക്കും കിട്ടും. ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ക്രിസ്പ് വേർഷൻ ആണ് ആ ഒരു വീഡിയോയിലൂടെ തരിക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്സ്. നമുക്ക് നമ്മൾ അമേരിക്കൻ സാധനം പഠിച്ചു വരുമ്പോൾ ആദ്യം കുറച്ച് പുകയായിരിക്കും തരില്ല, എനിക്ക് സംഭവിച്ചാണ്. പക്ഷേ വെൻ യു സിറ്റ് വിത്ത് ഇറ്റ് ബിക്കംസ് മച്ച് മോർ ഈസിയർ. സർജന്റിന് ഒരുപാട് ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പോയിന്റ്സ്, നമുക്ക് വേണ്ട കൺസെപ്റ്റ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സർജന്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ടെക്സ്റ്റ് അത്യാവശ്യം കോംപ്രഹെൻസീവ് ആണ്, എല്ലാ കാര്യങ്ങളും അവർ കവർ ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ടായിരിക്കും. സോ സർജൻ ഇസ് എ വെരി നൈസ് അഡീഷണൽ തിങ് ടു ഹാവ് along with PrepQ.